ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൊമേഴ്സ്, ആഫ്റ്റർ കൊമേഴ്സ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റികളാണ് കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ളത് എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുക. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതെല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൊമേഴ്സിലേക്ക് വരാം. കൊമേഴ്സിലേക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ബാച്ചലർ ഓഫ് കൊമേഴ്സ് BCom ആണ് ഫസ്റ്റ് വരുന്നത്. CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ബാച്ചലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് BBS. ബാച്ചലർ ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് BBI. ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിക്കും പോകാൻ പറ്റുന്ന മേഖലയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA. കമ്പനി സെക്രട്ടറി CS. LLB. ബാച്ചലർ ഓഫ് ലോ. ഇതും ബാച്ചലർ ഓഫ് ലോ LLB എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്കും പോകാവുന്ന മേഖലയാണ് LLB എന്ന് പറയുന്നത്. ബാച്ചലർ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് BAF. ഇപ്പോൾ ഇത്രയും കോഴ്സുകളാണ് കൊമേഴ്സ് കഴിഞ്ഞൊരു കുട്ടിക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സ് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സ്ട്രീമുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്ട്രീമാണ് VHSC എന്ന് പറയുന്നത്. VHSC എന്ന് പറയുന്നത് ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾ ഏത് വൊക്കേഷണൽ സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനൊരു പ്രയോറിറ്റി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊമേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്തെങ്കിലും കരിയർ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.